ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലെ 5-ാമത്തെ യൂണിറ്റായ ഹോണസ്റ്റി പേസിലെ 144 144 മുതലുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലോട്ട് പോകാം. ഇവിടെ ഒരു കുഞ്ഞു കഥ തന്നിട്ടുണ്ട്. ഹാർഡ് വർക്ക് കൗണ്ട്സ് എന്നാണ് കഥയുടെ പേര്. കഠിനാധ്വാനം അല്ലേ. ഇവിടെ ആരുടെ കഥയാന്ന് നോക്കിയാലോ. വൺസ് ദർ ലിവ്ഡ് എ റെഡ് ഹെൻ. ഒരിടത്ത് ഒരു ചുവപ്പ് നിറമുള്ള കോഴി താമസിച്ചിരുന്നു. ഷീ വാസ് ഹാർഡ് വർക്കിംഗ്. അവൾ കഠിനാധ്വാനിയായിരുന്നു. ബട്ട് ഹെർ ഫ്രണ്ട്സ് ദ കൗ, ദ ഡോഗ് ആൻഡ് ദ പിഗ് വെർ വെരി ലേറി. എന്നാൽ അവളുടെ സുഹൃത്തുക്കളായ പശുവും നായയും പന്നിയും ഒക്കെ വളരെ മടിയന്മാരായിരുന്നു. വൺ ഡേ ഷീ ഗോട്ട് സം വീറ്റ്. ഒരു ദിവസം അവൾക്ക് കുറച്ച് ഗോതമ്പ് കിട്ടി. ഷീ വാണ്ടഡ് ടു മേക്ക് എ കേക്ക്. അവൾ തീരുമാനിച്ചു? ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ആഗ്രഹിക്കുകയാണ്. ഷീ ആസ്ക്ഡ് ഹെർ ഫ്രണ്ട്സ് ഫോർ ഹെൽപ്പ്. അവളുടെ സുഹൃത്തുക്കളോട് സഹായം ചോദിച്ചു. ബട്ട് ദേ ഡിഡിൻറ്റ് ഹെൽപ്പ്. പക്ഷെ ഹെൽപ്പ് ചെയ്തില്ല അല്ലേ. സോ ദ ഹെൻ ഗ്രൗണ്ട് ദ വീറ്റ് ആൻഡ് മെയ്ഡ് ദ ഫ്ലോർ ഹെർസെൽഫ്. അവൾ ചെയ്തു? സ്വയം തന്നെ ഗോതമ്പ് പൊടിച്ച് മാവുണ്ടാക്കി. മീൻ വൈൽസ് ഹെർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്സ്. ഇതിനിടയിൽ അവളുടെ സുഹൃത്തുക്കൾ ഗാഡ്ജറ്റ്സുകൾ ഉപയോഗിച്ച് കളിച്ചു. അവളിങ്ങനെ മാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഷീ ബേക്ക്ഡ് ദ കേക്ക് ഓൾ ബൈ ഹെർസെൽഫ്. അവൾ തനിയെ കേക്ക് ഉണ്ടാക്കി. വെൻ ദ കേക്ക് വാസ് റെഡി ഹെർ ഫ്രണ്ട്സ് കെയിം ടു ഈറ്റ് ഇറ്റ്. പക്ഷേ കേക്ക് റെഡി ആയപ്പോൾ അവളുടെ സുഹൃത്തുക്കൾ കഴിക്കാൻ വന്നു. അതുണ്ടാക്കുന്ന സമയത്തൊന്നും വന്നില്ല. ഹൂ ഡിഡ് ഓൾ ദ വർക്ക്? ദ ഹെൻ ആസ്ക്ഡ്. കോഴി ചോദിക്കുകയാണ്, ആരാണ് എല്ലാ ജോലിയും ചെയ്തത്? യു ഓൾ സെഡ്. എല്ലാവരും പറഞ്ഞു നീയാണെന്ന്. അപ്പോൾ ഇഫ് സോ ഹൂ ഡിസേർവ്സ് ദ കേക്ക്? അങ്ങനെയെങ്കിൽ ആ കേക്കിന് അർഹതയുള്ളത് ആർക്കാണ് അല്ലേ? ദ ഹെൻ ആസ്ക്ഡ്. ആ കോഴി ചോദിക്കുകയാണ്. ഹെർ ഫ്രണ്ട്സ് അണ്ടർസ്റ്റുഡ് ദെയർ മിസ്റ്റേക്ക്. അങ്ങനെ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. എന്നിട്ടോ ദെൻ ഫെൽറ്റ് എഷെയിംഡ്. അവരോട് തന്നെ ലജ്ജ തോന്നി അല്ലേ. ഡോണ്ട് വറി, ദിസ് ടൈം ഐ ഷോൾ ഷെയർ ദ കേക്ക് വിത്ത് യു. അപ്പോൾ കോഴി പറയാണ് വിഷമിക്കേണ്ട, ഇത്തവണ ഞാൻ കേക്ക് നിങ്ങൾക്കും തരാമെന്നില്ല, നിങ്ങളുമായിട്ട് പങ്കിടാം. ബട്ട് ഡോണ്ട് ബി ലേറി എനി മോർ. ഇനിയും നിങ്ങളിങ്ങനെ മടിയന്മാരാകരുത് അല്ലേ. നല്ല അധ്വാനശീലയായ കോഴിയമ്മയുടെ കഥ മക്കൾക്ക് ഇഷ്ടമായോ? എന്നാൽ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് റീകാസ്റ്റ് ആണ്. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഈ കഥ നമ്മുടെ ഭാഷയിൽ നമുക്കൊന്ന് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിലെന്തൊക്കെ വേണം? ഒന്നാമത്തെ പിക്ചർ ഹു ഈസ് ഇൻ ദ പിക്ചർ. ആരാണ് ഈ ചിത്രത്തിലുള്ളത്? വാട്ട് കൈൻഡ് ഓഫ് എ മാൻ വാസ് ഹീ. അയാൾ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു അല്ലേ. പിന്നെ രണ്ടാമത് ഹൗ ഡിഡ് ഹീ ഗെറ്റ് എ ഗോൾഡ് കോയിൻ. അയാൾക്ക് എങ്ങനെ ഒരു സ്വർണ്ണ നാണയം ലഭിച്ചു. പിന്നെ വേണം? വാട്ട് ഡിഡ് ഹീ ഡു വിത്ത് ദ ഗോൾഡ് കോയിൻ. അവൻ സ്വർണ്ണ നാണയം എന്താണ് ചെയ്തത്. പിന്നെ ഫോർത്ത് വാട്ട് വാസ് ദ വിഷ് ഓഫ് ദ ഫാർമേഴ്സ് വൈഫ്. കർഷകൻ്റെ ഭാര്യയുടെ ആഗ്രഹം എന്തായിരുന്നു. പിന്നെ ഫിഫ്ത്ത് വാട്ട് ഡിഡ് ദ ഫാർമേഴ്സ് വൈഫ് ടെൽ ഹിം. കർഷകൻ്റെ ഭാര്യ കർഷകനോട് എന്താണ് പറഞ്ഞത്. പിന്നെ സിക്സ്ത് വാട്ട് ഡിഡ് ദ ഫാർമർ ഡു ദെൻ. അവിടെ കർഷകൻ എന്താണ് ചെയ്തത്. പിന്നെ സെവൻത്ത് വാട്ട് ഡിഡ് ദ കിങ് ഗിവ് ദ ഫാർമർ. രാജാവ് കർഷകന് എന്താണ് നൽകിയത്. അറ്റ് ലാസ്റ്റ് വൈ വാസ് ദ കിങ് ആൻഡ് ദ ഫാർമർ ഹാപ്പി. എന്തുകൊണ്ടാണ് രാജാവും കർഷകനും സന്തോഷിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കഥ ഒന്ന് ചുരുക്കി എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. ദ ഹോണസ്റ്റ് ഫാർമർ അല്ലേ, സത്യസന്ധനായ കർഷകൻ. എ ഹാർഡ് വർക്കിംഗ് ഫാർമർ ലിവ്ഡ് നിയർ എ പാലസ്. കഠിനാധ്വാനിയായ ഒരു കർഷകന് കൊട്ടാരത്തിൻ്റെ സമീപം താമസിച്ചിരുന്നു. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഫാമിംഗ് ഹീ ബോട്ട് എ ഗോൾഡ് കോയിൻ. വർഷങ്ങളോളം കൃഷി ചെയ്ത ശേഷം അദ്ദേഹം ഒരു സ്വർണ്ണ നാണയം വാങ്ങി. എന്നിട്ടോ ആൻഡ് ഡിസൈഡഡ് ടു കീപ് ഇറ്റ് ഫോർ ദെയർ ഫ്യൂച്ചർ. അദ്ദേഹം വിചാരിച്ചു ഭാവിയിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഹി ഫെൽറ്റ് ദാറ്റ് ഹിസ് ഹൗസ് ഈസ് നോട്ട് എ സേഫ് പ്ലേസ് ടു കീപ്പ് ഇറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്വർണ്ണ നാണയം സൂക്ഷിക്കാൻ പറ്റിയ സുരക്ഷിതമായ സ്ഥലം, വീട് സുരക്ഷിതമല്ലെന്ന് അയാൾക്ക് തോന്നി. ആഫ്റ്റർ സെർച്ചിങ് ഫോർ എ വൈൽ ഹി ഫൗണ്ട് ഔട്ട് ദ സ്യൂട്ടബിൾ പ്ലേസ്. അങ്ങനെ കുറേ അന്വേഷിച്ചപ്പോൾ അയാൾ അതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇറ്റ് വാസ് ദ പാലസ് വാൾ. അത് കൊട്ടാരത്തിൻ്റെ മതിലായിരുന്നു. ഹി നോട്ടീസ്ഡ് എ ലൂസ് ബ്രിക്ക് ഓൺ ദ വാൾ. അദ്ദേഹം കണ്ടുപിടിച്ചു? ആ കൊട്ടാരത്തിൽ ഒരു ഇളകിക്കിടക്കുന്ന ഇഷ്ടിക ഉണ്ട് എന്ന് കണ്ടുപിടിച്ചു.
എന്നിട്ടോ ആൻഡ് പ്ലേസ്ഡ് ദ കോയിൻ അണ്ടർ ദ, അപ്പം അതിൻ്റെ ആ ഇഷ്ടികയുടെ ഉള്ളിൽ അദ്ദേഹം ആ കോയിൻ വെച്ചു. മന്ത്സ് പാസ്ഡ്, മാസങ്ങൾ കഴിഞ്ഞു പോയി. ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഹിയർഡ് ആൻ അനൗൺസ്മെൻറ്റ്, ഫാർമറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എന്താണ് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. ഇറ്റ് ഈസ് എ കാർണിവൽ, ഐ വാണ്ട് ടു ഗോ ദർ, ഹിസ് വൈഫ് സെഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാണ് ഇതൊരു കാർണിവലാണ്, എനിക്ക് അവിടെ പോകണം. ഫാർമർ ബിക്കെയിം സാഡ്, അപ്പോൾ ഫാർമർ വിഷമത്തിലായി. ആൻഡ് എക്സ്പ്ലെയിൻ ദാറ്റ് ഹിസ് വാസ് നോ മണി, അദ്ദേഹം പറയാണ് എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്നല്ലേ. ഷീ സ്കോൾഡഡ് ഹിം, ഇത് കേട്ട ഭാര്യയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വന്ന് അദ്ദേഹത്തെ ശകാരിച്ചു. ആഫ്റ്റർ എ വൈൽ ഹി റിമെമ്പേർഡ് അബൌട്ട് ദ കോൾഡ് കോയിൻ ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വർണ്ണ നാണയത്തെക്കുറിച്ചിട്ട് ഓർമ്മ വന്നിട്ട് അയാൾ അത് തിരികെ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഹി വെൻറ്റ് ടു ദ പാലസ് ആൻഡ് ദ കിങ് ഗോഡ്സ് നോട്ടീസ്ഡ് ഹിം, ദേ കോഡ് ഹിം ആൻഡ് പ്രസൻറ്റഡ് ബിഫോർ ദ കിങ്. അയാൾ കൊട്ടാരത്തിലേക്ക് പോയപ്പോൾ കാവൽക്കാർ അയാളെ പിടികൂടി രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. വിത്ത് ഫിയർ ദ എക്സ്പ്ലെയിൻഡ് എവ്രിതിങ് ടു ദ കിങ്, ഒരു ഭയത്തോടെ രാജാവിനോട് അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു. കിങ് ഡിസൈഡഡ് ടു മേക്ക് സം ഫൺ, അപ്പോൾ കിങ് രാജാവ് തീരുമാനിക്കുകയാണ് ഇത് കുറച്ച് ഫണ്ണാക്കാന്ന് അല്ലേ, കുറച്ച് തമാശയാക്കാം. ആൻഡ് ഓഫേർഡ് ദ ഫാർമർ മോർ ഗോൾഡ് കോയിൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് കോയിൻ. കർഷകന് തൻ്റെ നാണയത്തിന് പകരം കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് ഇങ്ങനെ പറയാ തരാന്നിങ്ങനെ പറയൂ. ബട്ട് ദ ഹോണസ്റ്റ് ഫാർമർ റിജക്റ്റഡ് ഓൾ ഓഫേഴ്സ് ആൻഡ് ഓൺലി ആസ്ക്ഡ് ഫോർ ഹിസ് കോയിൻ. പക്ഷേ എന്താണ്, രാജാവ് എത്ര ഓഫർ കൊടുത്തിട്ടും എത്ര സ്വർണ്ണ നാണയം കൂടുതൽ പറഞ്ഞിട്ടും പിന്നെ കർഷകന് അതൊക്കെ നിരസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ സ്വർണ്ണ നാണയം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ദ കിങ് ബിക്കെയിം സോ ഹാപ്പി, അപ്പോൾ രാജാവ് വളരെ സന്തോഷവാനായി. ആൻഡ് ഹി ഗിഫ്റ്റഡ് ദ ഫാർമർ വിത്ത് മെനി കോയിൻസ്, രാജാവ് കർഷകന് ധാരാളം നാണയങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തു. അടുത്ത ആക്ടിവിറ്റി എന്താണ്? ആക്ടിവിറ്റി 18, ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കുക. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഇവിടെ തന്നിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കണ്ടിട്ട് മനസ്സിലാവുന്ന കഥ എഴുതാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഒരു വികൃതിയായ ഒരു പൂച്ചക്കുട്ടിയെ കാണാം അല്ലേ. ആ പൂച്ചക്കുട്ടി എന്താണ് എല്ലാം അലങ്കോലമായിട്ട് വാരി വലിച്ചിടുന്നു, അടുക്കളയിലെ പ്ലേറ്റൊക്കെ പൊട്ടിക്കുന്നു, ദിവസം മുഴുവൻ കളിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു ഇഷ്ടമുള്ള വികൃതിയായ ഒരു പൂച്ചക്കുട്ടിയാണ്. അപ്പോൾ അല്ലേ അമ്മക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അമ്മ അപ്പോൾ അവനോട് പറയാണ് മോനെ ഇങ്ങനൊന്നും നിൽക്കരുത് എന്ന് പറഞ്ഞ് അമ്മ അവനെ ശാസിക്കുകയാണ്. അപ്പോൾ പിറ്റേന്ന് സ്കൂളിൽ ടീച്ചറും വൃത്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴവന് ഇങ്ങനെയൊന്നും നടന്നാൽ പോരാന്ന് മനസ്സിലായിട്ട് എന്താണ് വീടൊക്കെ വൃത്തിയാക്കി തുണികൾ അലമാരയിൽ മടക്കി വെക്കുകയും അടിച്ചുവാരൊക്കെ ചെയ്ത് നല്ല കുട്ടിയായില്ലേ. അപ്പോൾ അമ്മ അവനെ പ്രശംസിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. എ നോട്ടി കാറ്റ്, വികൃതിയായ പൂച്ച. ടോം വാസ് എ കിറ്റൺ ഹൂ ലവ് ടു പ്ലേ ഓൾ ഡേ. അപ്പോൾ എന്താണ്, ദിവസവും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു ടോം എന്ന പൂച്ച. വൺ ഡേ, ഒരു ദിവസം, ഹി കെയിം ഹോം ഫ്രം സ്കൂൾ ആൻഡ് റാൻ അറൗണ്ട് ദ ഹൗസ്. അപ്പോൾ എന്താണ്, ഒരു ദിവസം സ്കൂൾ വിട്ട് വന്ന അവന് വീടിന് ചുറ്റും ഓടി. ത്രൂയിങ് ടോയ്സ് ആൻഡ് ബുക്സ്, എന്നിട്ടോ ടോയ്സും ബുക്സും ഒക്കെ വലിച്ചെറിയാണ്. ഹി നോക്ക്ഡ് ഓവർ ദ പ്ലേറ്റ്സ് ഇൻ ദ കിച്ചണിലുള്ള പ്ലേറ്റ്സ് ഒക്കെ തട്ടിയിട്ടു. സീയിങ് ദീസ് ഹിസ് മദർ സ്കോൾഡഡ് ഹിം ജെൻലി. അപ്പോൾ ഇതൊക്കെ കണ്ട അമ്മ സൗമ്യമായിട്ട് ഒന്ന് ശകാരിച്ചു. ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് വാസ് ടു കീപ് ദ ഹൗസ് ക്ലീൻ. എന്നിട്ട് പറഞ്ഞു കൊടുത്തു വീട് വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞു കൊടുത്തു. The next day, the teacher told him about cleanliness in class. അടുത്ത ദിവസം ക്ലാസ്സിൽ ടീച്ചർ വൃത്തിയെക്കുറിച്ച് പഠിപ്പിച്ചു. Then he felt that he had to put everything in order. അപ്പോൾ അവൻ തീരുമാനിച്ചു ഇതൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന്. When he came home, അങ്ങനെ അവൻ വീട്ടിലേക്ക് പോയി. He picked up the toys ഒക്കെ അവൻ എടുത്തു. Folded the clothes, തുണികളൊക്കെ മടക്കി വെച്ചു. Swept the floor ഒക്കെ വൃത്തിയാക്കി. And neatly arranged the books on the shelves. അങ്ങനെ വൃത്തിയായിട്ട് ബുക്കൊക്കെ ഷെൽഫിൽ അടുക്കി വെച്ചു. ആൻഡ് ദ ഹൗസ് വാസ് ബ്യൂട്ടിഫുൾ അഗെയിൻ. അങ്ങനെ വീട് വീണ്ടും ബ്യൂട്ടിഫുള്ളായി, വൃത്തിയായി. ഹിസ് മദർ വാസ് ഹാപ്പി. അവൻ്റെ അമ്മ സന്തോഷത്തിലായി. ഹിസ് മദർ പ്രൈസ്ഡ് ഹിം. അവൻ്റെ അമ്മ പ്രശംസിച്ചു. ഫ്രം ദാറ്റ് ഡേ ഓൺ ടോം ഹെൽപ്ഡ് ഹിസ് മദർ ക്ലീൻ ദ ഹൗസ്. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അവൻ അമ്മയെ സഹായിക്കാനും തുടങ്ങി.
അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയോടുകൂടെ ഈ യൂണിറ്റ് കഴിയാണ്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റ് ക്ലാസ്സുകളോ മറ്റ് സബ്ജക്റ്റോ വേണമെങ്കിൽ ഒന്ന് ചാനലിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റ് എവിടെയാണെന്ന് വെച്ചാൽ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് ഷോർട്സ് എന്നുള്ള ഭാഗത്ത് തൊട്ടടുത്തത് പ്ലേലിസ്റ്റ് ആണ് കേട്ടോ. അതിൽ കയറിയാൽ ഓരോ ക്ലാസ്സിലും ഏതൊക്കെ സബ്ജക്റ്റ് ഇട്ടിരിക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.